ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ നിരവധി സൂപ്പർ താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടിട്ടുള്ളത്. നമുക്കറിയാം, 6 വിദേശ താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കി. കൂടാതെ ഐമൻ, അസ്ഹർ എന്നിവരും ക്ലബ്ബ് വിട്ടു. ഇതിനു പുറമെയാണ് ഇന്നലെ അമേർ അണവാഡ്, നോറ ഫെർണാണ്ടസ് എന്നിവർ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞത്. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി പ്രതീക്ഷകളായ താരങ്ങളെയാണ് ഇപ്പോൾ ക്ലബ്ബ് കൈവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. ആരാധകർ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ ഉയർത്തുന്നുണ്ട്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ്? അത് ധനഞ്ജയ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ബജറ്റ് റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഫോക്കസ് നൽകിയിരിക്കുന്നത്. അതായത് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാലറി ക്യാപ്പ് കുറച്ചു കൊണ്ടുവരികയാണ്. ബജറ്റ് ഒന്ന് പുനഃസംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആരെ കൈവിടാൻ വേണമെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാണ് എന്നാണ് ധനഞ്ജയ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ആരെങ്കിലും ട്രാൻസ്ഫർ റിക്വസ്റ്റ് നൽകിക്കഴിഞ്ഞാൽ, അതിപ്പോൾ ഏത് സീനിയർ താരമാണെങ്കിലും ട്രാൻസ്ഫർ റിക്വസ്റ്റ് നൽകിക്കഴിഞ്ഞാൽ അവരെ കൈവിടാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആർക്ക് മുന്നിലും കേരള ബ്ലാസ്റ്റേഴ്സ് തടസ്സമായിക്കൊണ്ട് നിലകൊള്ളില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് ക്ലബ്ബ് വിടണമെന്ന് ബ്ലാസ്റ്റേഴ്സിനകത്തെ ഏതെങ്കിലും ഒരു താരം ക്ലബിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ബ്ലാസ്റ്റേഴ്സ് സമ്മതം മൂളും, തടസ്സം നിൽക്കില്ല. അങ്ങനെ ഏത് താരമാണെങ്കിലും ട്രാൻസ്ഫർ റിക്വസ്റ്റ് നൽകി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് അവരെ ഒഴിവാക്കും എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ക്ലബ്ബ് എടുത്തിട്ടുള്ളത് എന്നാണ് ധനഞ്ജയ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ കാരണം സാലറി ക്യാപ്പ് കുറക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ താരങ്ങളുടെ മുന്നിൽ ഒരു തടസ്സമായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് നിലകൊള്ളില്ല. ആർക്ക് വേണമെങ്കിലും ക്ലബ്ബ് വിടാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നൽകി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.